Praise the Lord. You all in the precious name of our Lord and Savior Jesus Christ, who is coming soon to receive His glorious church. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും സ്നേഹ വന്ദനങ്ങൾ ഈ രാത്രികാലം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിലെ വാക്യങ്ങളായിരുന്നത്. 4-ാം അധ്യായത്തിൽ 11 വാക്യങ്ങളുണ്ട്. അതിൽ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാറുകയായി. ഇന്ന് 7-ാം വാക്യം മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഇതിലെവിടം വരെ കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയുമോ അത്രയും കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടും. Let me read in Malayalam verses 7 to 11. ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ 4 വാക്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ വായിച്ചത്. 4-ാം അധ്യായം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, 4-ാം അധ്യായം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ന്യായവിധിക്ക് വേണ്ടി സിംഹാസനം വെക്കുന്നതും ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ആ സിംഹാസനത്തിന് ചുറ്റിൽ ജൂറികളായി ന്യായാധിപനോട് കൂടെ ഇരിക്കുന്നതുമായ ഒരു സ്റ്റേജാണ് ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 5-ാം അധ്യായം മുതൽ വരാൻ പോകുന്നതായ വലിയ ന്യായവിധിയുടെ സെറ്റിംഗ്, മുൻപിലുള്ള ന്യായസിംഹാസനത്തിന്റെ സെറ്റിംഗ് ആണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സിംഹാസനം വയ്ക്കുന്നു, സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു, ആ സിംഹാസനത്തിന് ചുറ്റും സുപ്രീം ജസ്റ്റിസിന്റെ മുമ്പിൽ ഒരു കോർട്ടിൽ ജസ്റ്റിസ് ജൂറികൾ ഇരിക്കുന്നത് പോലെ 24 ജൂറികൾ ആ സുപ്രീം ജസ്റ്റിസിന്റെ മുമ്പിൽ. ശ്രദ്ധിക്കുക, ഒരു there is one throne. In that throne, Supreme Justice is sitting on that throne. വലിയ സിംഹാസനത്തിൽ സുപ്രീം ജസ്റ്റിസ്
ന്യായാധിപൻ ഇരിക്കുന്നു. ആ ന്യായാധിപന് ചുറ്റും 24 ചെറിയ സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്, അവരുടെ ഡ്യൂട്ടി എന്താണ്, ഇതൊക്കെയാണ് ഈ 4-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അപ്പൊ 4-ാം അധ്യായത്തിലെ നമ്മള് 6-ാം വാക്യം വരെ വായിച്ചപ്പോ 4-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: 7 ആത്മാക്കളും 7 ദീപങ്ങളും സിംഹാസനത്തിന് ചുറ്റിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു എന്നാണ് 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. അതിൽ 7-ാം വാക്യമാണ് നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുന്നത്. അവിടെ 4 ജീവികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാമത്തെ ജീവി മനുഷ്യമുഖമുള്ളത്, നാലാമത്തെ ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തായിരുന്നു. നമ്മൾ എഗസ്കേൽ പ്രവചനം 4-ാം അധ്യായം പഠിക്കും, 1-ാം അധ്യായം പഠിക്കുമ്പോൾ ബുക്ക് ഓഫ് എഗസ്കേൽ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലൊരു ദർശനം കാണാൻ കഴിയും. ബുക്ക് ഓഫ് എഗസ്കേൽ ചാപ്റ്റർ 1 വേഴ്സസ് 4 to 10, 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എഗസ്കേൽ പ്രവാചകൻ ഇതുപോലെ തന്നെ ഒരു ദർശനം കാണുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. ഇത് എഗസ്കേൽ പറയുന്നതാണ്. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. 5, അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിനും 4 മുഖവും ചിറകും ഉണ്ടായിരുന്നു. അടുത്തത് എന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു: അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലത്ത് ഭാഗത്ത് സിംഹമുഖവും ഇടത്ത് ഭാഗത്ത് കാളമുഖവും 4നും കഴുകന്റെ മുഖവും ഉണ്ടായിരുന്നു. അപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വെളിപ്പാട് കാണുമ്പോ 24 മൂപ്പന്മാർ വെള്ളവസ്ത്രധാരികളായി സ്വർണ്ണ കിരീടങ്ങൾ ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കും. അവിടെ ആ 24 മൂപ്പന്മാരുടെയും നടുവിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന വയോധികനായവന്റെ മുമ്പിൽ 24 സിംഹാസനങ്ങളും ആ 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടധാരികളായി ഇരിക്കുന്നു. ആ സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ നിൽക്കുന്നതായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന വെളിപ്പാട്. അതിങ്ങനെയാണ്: ആ 4 ജീവികളിൽ 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാമത്തെ ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. അപ്പോ ഇതിന് തത്തുല്യമായി ഈക്വലായ ഒരു വേദവാക്യമാണ് എഗസ്കേൽ പ്രവചനത്തിൽ എന്ന് ഞാൻ വായിച്ചു കളിച്ചു. പ്രവാചകനായ എഗസ്കേൽ യഹോവയായ ദൈവത്തിന്റെ ദേവാലയത്തിന് മുമ്പിൽ നിൽക്കുന്ന ദർശനം കാണുമ്പോൾ ആ ദർശനത്തിൽ 4 ജീവികളെ ദർശിക്കുന്നു. 1 മനുഷ്യമുഖമുള്ളത്, 2 കാളയ്ക്ക് മുഖമുള്ളത്, 3 സിംഹത്തിന്റെ മുഖമുള്ളത്, 4 കഴുകന്റെ മുഖമുള്ളത്. അവ 4
സൈഡിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് എഗസ്കേൽ പ്രവാചകൻ കണ്ട വെളിപ്പാട്. ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ബുക്ക് ഓഫ് എഗസ്കേൽ ചാപ്റ്റർ 1 വേഴ്സസ് 4 to 10. 4 മുതൽ 10 വരെയുള്ള എഗസ്കേൽ പ്രവചനത്തിലെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു 4 ജീവികൾ. ഫസ്റ്റ് ബീസ്റ്റ്, 4 ക്രീച്ചേഴ്സ് എന്നാണ് കിങ് ജെയിംസ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. കിങ് ജെയിംസ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് there are 4 creatures around the throne. നമ്മളിവിടെ വായിക്കുന്നത് 4:7 മുതൽ ഞാൻ ഇംഗ്ലീഷിൽ 7-ാം വാക്യം ഒന്ന് വായിക്കാം. And the first beast was like a lion. First beast was like a lion. The second beast like a calf. Third beast had a face as a man. And fourth beast was like a flying eagle. ഈ 4 മൃഗങ്ങൾ യേശു കർത്താവിന്റെ 4 സ്വഭാവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഒന്ന്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലയൺ ഓഫ് ദി ട്രൈബ് ഓഫ് ജൂഡ. നമ്മൾ 5-ാം അധ്യായത്തിലോട്ട് കയറുമ്പോ അവിടെ 7 മുദ്രകളാൽ മുദ്രയിട്ടപ്പെട്ട ഒരു പുസ്തകം കാണുന്നു. ആ പുസ്തകം കയ്യിലെടുക്കാൻ യോഗ്യനായ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞ് യോഹന്നാൻ പറയുന്ന ഭാഗമുണ്ട്. അവിടെ പറയുന്നു, one is victorious and he is able to open the seals എന്ന് പറയുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു the lion of the tribe of Judah, the lion of the tribe of Judah. അല്പം കൂടെ പറഞ്ഞാൽ മൃഗങ്ങളുടെ രാജാവായ സിംഹം, ലയൺ is the king of all the animals. ഇത് സൂചിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തെ. മത്തായിയുടെ സുവിശേഷം, Gospel of Matthew, is representing Jesus Christ as the King of Kings, the King Messiah, the royal Messiah of Jewish people. ഇസ്രായേൽ ജനത്തിന്റെ രാജാവായിരിക്കുന്ന മശിഹായെ പ്രതിദാനം ചെയ്യുന്നതാണ് മത്തായിയുടെ സുവിശേഷം. Gospel of Matthew is basically written for the Hebrew people, the people those who are speaking Hebrew. എബ്രായ ഭാഷ സംസാരിക്കുന്ന രക്ഷിക്കപ്പെട്ടു വന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ പഴയ നിയമത്തിലെ അനവധി ഉദ്ധരണികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ജീസസ് ക്രൈസ്റ്റ് ആസ് ദി അനോയിന്റഡ് മസ്സയ, ദി കിങ് ഓഫ് ജൂസ്. യഹൂദന്മാരുടെ രാജാവായ മശിഹായെ വെളിപ്പെടുത്തുന്നതാണ് മത്തായിയുടെ സുവിശേഷം. ശ്രദ്ധിക്കുക, ദ ഗോസ്പൽ ഓഫ് മാത്യു, മത്തായിയുടെ സുവിശേഷം യേശു ക്രിസ്തുവിനെ പ്രതികരിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായ മസിയ. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പീലാത്തോസ് യേശുവിന്റെ ക്രൂശിന്റെ മുകളിൽ എഴുതി വെച്ചു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം യേശു കർത്താവിനെ രാജാവായി പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾ എവിടെ ചെന്ന് പഠിച്ചാലും മത്തായിയുടെ സുവിശേഷം ആരംഭം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ സമയങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇത് സഫറിംഗ് ഓഫ് ദ കിങ്, സഫറിംഗ് ഓഫ് ദ കിങ്, ദ ഡെത്ത് ഓഫ് ദ കിങ്, ക്രൂസിഫിക്ഷൻ ഓഫ് ദ കിങ്, റിസറക്ഷൻ ഓഫ് ദ കിങ്. ഇതാണ് തിയോളജിക്കലി പഠിപ്പിക്കുവാൻ സാധിക്കുന്നത്. അതിന്റെ അർത്ഥം, the first beast is like a lion. Especially Jesus Christ is termed as the
ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു, യഹൂദന്മാരുടെ രാജാവ്, the royal king of the Messiah, royal king, the Messiah of Jews. യഹൂദന്മാരുടെ രാജാവായി വെളിപ്പെടുന്ന മസ്സയായെ പ്രതിനിധീകരിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷത്തിലെ പ്രമേയമായി നമുക്ക് തിയോളജിക്കലി പഠിക്കുവാൻ കഴിയും. അപ്പോ യഹൂദന്മാരുടെ രാജാവ് എന്ന് യേശുവിന്റെ ക്രൂശിന്റെ മുകളിൽ പീലാത്തോസ് എഴുതി വെച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ യഹൂദന്മാർ യേശുവിന്റെ പീലാത്തോസിനടുത്ത് എന്ന് വെച്ച് പറയുന്നു, യജമാനനെ അങ്ങനെയല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ് എന്ന് ഇവൻ പറഞ്ഞു എന്ന് ഡിസ്ക്രിപ്ഷൻ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പീലാത്തോസ് പറഞ്ഞത്, ഞാൻ എഴുതിയത് എഴുതി. ശ്രദ്ധിക്കണം, ഗോകുൽത്ത അതാ കാൽവറി ക്രൂശിന്റെ മുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം എല്ലാ കുറ്റവാളികളുടെയും കുറ്റസംഹിത അവരുടെ തോളിൽ ഒരു പലകയിൽ എഴുതി ചാർത്താറുണ്ട്. That is the rule according to the rule of Roman government. റോമ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ക്രൂശിന്മേൽ മരിക്കുന്നവന്റെ കുറ്റസംഹിത എഴുതി അവന്റെ തോളിൽ തൂക്കിയിടും. കാരണം വഴി പോകുന്നവർ കണ്ട് മനസ്സിലാക്കണം ഇവൻ ആരായിരുന്നു. വൈ വി ഹാവ് ക്രൂസിഫൈഡ് ഹിം, എന്തുകൊണ്ട് റോമൻ നിയമപ്രകാരം ഈ വ്യക്തിയെ ക്രൂശിച്ചു എന്നുള്ളതിന്റെ കുറ്റസംഹിത ഒരു മാല പോലെ അദ്ദേഹത്തിന്റെ തോളിൽ തൂക്കിയിടുമായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസ് യേശു കർത്താവിന്റെ കുറ്റസംഹിത ആ ക്രൂശിന്റെ മുകളിൽ ഒരു ഫലകത്തിൽ എഴുതി റോമായ, എബ്രായ, യവനായ 3 ഗ്രീക്ക്, ഹീബ്രു ആൻഡ് റോമൻ 3 ഭാഷകളിൽ ഇത് എഴുതി യേശുവിന്റെ ക്രൂശിന്റെ മുകളിൽ വെച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, ഹി ഈസ് ദ കിങ് ഓഫ് ജൂസ്, ഇവൻ യഹൂദന്മാരുടെ രാജാവാകുന്നു. അപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ നിൽക്കുന്നു. ഒന്നാമത്തെ ജീവി സിംഹത്തിന് സദൃശ്യം, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ ക്രിസ്തു, the lion of the tribe of Judah. അടുത്തത് the root of the David. 3 the offspring of the tribe of Judah. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന അവസാനത്തെ അധ്യായത്തിൽ വായിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വെളിപ്പാട് പുസ്തകത്തിൽ അവസാന അധ്യായത്തിൽ വായിക്കുന്ന ഭാഗമാണ്. ഇങ്ങനെ 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇത് സാക്ഷീകരിപ്പാൻ ദൂതന്മാരെ അയച്ചു, ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവും ആകുന്നു. ഇവിടെ വെളിപ്പാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് the root of the David and bright and morning star. യേശുവിനെ കുറിച്ച് പറയുന്നതാണ് the root of the David and bright and the morning star. നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, യഹൂദ ഗോത്രത്തിന്റെ സിംഹം, the lion of the tribe of Judah. രാജ്യത്ത് അവന്റെ തോളിൽ മേലിരിക്കും, രാജ്യത്ത് അവന്റെ തോളിൽ മേലിരിക്കും. ഗവൺമെന്റ് വിൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. യശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് വിൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ.
യെശയ്യാ 9-ാം അധ്യായത്തിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചപ്പോ പറഞ്ഞൊരു വാക്യം കൂടെ ഉണ്ടോ? അതും കൂടെ ചേർത്ത് ഞാനിവിടെ വായിക്കാം. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 9, 9-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ ചാപ്റ്റർ 9 ഒരു 3 വാക്യങ്ങൾ. വേഴ്സസ് ഫ്രം 6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിർത്തും. യെശയ്യാപ്രവചനത്തിൽ യേശു കർത്താവിന്റെ ഫിസിക്കൽ ബർത്തിന് 750ഓളം വർഷങ്ങൾക്ക് മുമ്പ്, യേശു കർത്താവിന്റെ ഫിസിക്കൽ ബർത്തിന് 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനവര്യനായ പ്രവാചകനായ യെശയ്യാവ് തന്റെ പ്രവചനയാത്മാവിൽ കണ്ട ഒരു വെളിപ്പാടാണ് ഞാൻ വായിച്ചത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഗവൺമെന്റ് വിൽ ബി upon his shoulder. He shall be called as a counselor. യെശയ്യാവിന്റെ പുസ്തകത്തിലെ വാക്യം ഇങ്ങനെയാണ്: He shall be called as a mighty counselor. നിത്യപിതാവ്, എറ്റേണൽ പിതാവ്. ഇത് സമാധാന പ്രഭു. യേശുവിനെ കുറിച്ച് യേശുവിന്റെ ഫിസിക്കൽ ജനനത്തിന് 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനയാത്മാവിൽ പ്രവാചകനായ യെശയ്യാവ് കണ്ട വെളിപ്പാടാണ് ഞാൻ ഈ പറഞ്ഞത്. അവന്റെ ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. ശ്രദ്ധിക്കണം. 1, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. 4 കാര്യങ്ങൾ ഇവിടെ യെശയ്യാ പ്രവാചകൻ എടുത്തു പറയുന്നു. 1, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പൊ 4 കാര്യങ്ങൾ യെശയ്യാ പ്രവാചകൻ തന്റെ പ്രവചനയാത്മാവിൽ യേശു കർത്താവിന്റെ ഫിസിക്കൽ ജനനം ത്രൂ മേരി, മറിയാമിൽ കൂടെ യേശുവിന്റെ ശാരീരികമായ ജനനം സംഭവിക്കുന്നതിന് മുമ്പ്, അക്ഷരീകമായ ജനനം സംഭവിക്കുന്നതിന് മുമ്പ് 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചന ആത്മാവിൽ യേശുവിനെ കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുന്നു. The government shall be upon his shoulder. He shall be called as a mighty counselor. He shall be called as the Lord of peace, eternal Father, mighty God. 4 കാര്യങ്ങൾ പറയുന്നത്. 1, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഇതേപോലെ തന്നെ യേശുവിന്റെ ഫിസിക്കൽ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, യേശു കർത്താവിന്റെ ഫിസിക്കൽ ജനനത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മനുഷ്യാവതാരം എടുക്കുന്നതിന്
750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചന ആത്മാവിൽ പ്രവാചകനായ യെശയ്യാവ് കണ്ട വെളിപ്പാടാണ് ഞാൻ ഈ പറഞ്ഞത്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഗവൺമെന്റ് വിൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ഹി ഷാൽ ബി കോൾഡ് ആസ് എ മൈറ്റി കൗൺസിലർ. He shall be called as an eternal father. He shall be called as the mighty God. He shall be called as the Lord of peace, Prince of peace. സമാധാന പ്രഭു, സമാധാനത്തിന്റെ രാജാവ്, പ്രിൻസ് ഓഫ് പീസ്. അപ്പോ 4 കാര്യം പ്രവാചകനായ യെശയ്യാവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ 4 ജീവികളെ കുറിച്ച് എഗസ്കേൽ പ്രവാചകൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചു. അവ 4 ജീവികൾക്കും 4 ഭാഗത്തേക്കും സഞ്ചരിക്കാൻ കഴിയും. അവ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സദൃശ്യത്തിൽ ഒരു ഭാഗത്ത് മനുഷ്യന്റെ മുഖം കാണുമ്പോ അടുത്ത ഭാഗത്ത് സിംഹത്തിന് മുഖം കാണും. അതിനടുത്തൊരു ഭാഗത്ത് കാളയുടെ മുഖം കാണും. അതിനടുത്ത് ഒരു ഭാഗത്ത് കഴുകന്റെ മുഖം കാണും. ഇത് പ്രവാചകനായ യെഗസ്കേൽ തന്റെ പ്രവചനത്തിൽ ദൈവത്തെ ദർശിച്ചപ്പോ കണ്ടത്. അവ 4 മുഖമുള്ള ഒരു ജീവി, 4 മുഖമുള്ള ഒരു ജീവി. ഒരു മുഖം മനുഷ്യന്റെ മുഖവും, രണ്ടാമത്തെ മുഖം സിംഹത്തിന്റെ മുഖവും, മൂന്നാമത്തെ മുഖം കാളയുടെ മുഖവും, 4-മത്തെ മുഖം കഴുകന്റെ മുഖവും. ഇതേപോലെ തന്നെ പ്രവചനയാത്മാവിൽ വെളിപ്പാടിൽ യോഹന്നാൻ യേശുവിനെ കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. 4 ജീവികൾ. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം. ഫസ്റ്റ് ബീസ്റ്റ് ഈസ് ലൈക്ക് ദ ലയൺ. ജീസസ് ക്രൈസ്റ്റ് ഈസ് കോൾഡ് ആസ് ദി ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. യേശു കർത്താവിനെ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സിംഹം എന്ന് പറയുമ്പോ മൃഗങ്ങളുടെ രാജാവ്. ഈ ലയൺ ഈസ് ദി കിങ് ഓഫ് ദി ആനിമൽസ്. അങ്ങനെ വരുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് പ്രസന്റിങ് ആസ് ദ കിങ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശു. മത്തായിയുടെ സുവിശേഷം ഞാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ പിലാത്തോസോ യേശുവിന്റെ ക്രൂശിന് മുകളിൽ കുറ്റസംഹിത എഴുതി വെച്ചപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു, ഹി ഈസ് ദ കിങ് ഓഫ് ജൂസ്. യഹൂദന്മാരുടെ രാജാവായ യേശു. അപ്പൊ മത്തായി യേശുവിനെ രാജാവായി പ്രതികരിക്കും. The second beast is like calf. ഒരു കാളയുടെ മുഖം. കാള എന്ന് പറയുന്നത് മൃഗങ്ങളിൽ ഏറ്റവും സഫർ ചെയ്യുന്ന ഒരു മൃഗമായിട്ടാണ് യഹൂദന്മാർ പഠിപ്പിക്കുന്നത്. ഉഴുതുവാനും വണ്ടി വലിക്കാനും ഒക്കെയായി ഉപയോഗിക്കുന്ന ഒരു മൃഗം. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ദ ഗോസ്പൽ ഓഫ് മാർക്ക്. മർക്കോസിന്റെ സുവിശേഷം യേശു കർത്താവിനെ കഷ്ടപ്പെടുന്ന ഒരു ദാസനായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. കഷ്ടപ്പെടുന്ന മെസ്സിഹ, എ സഫറിംഗ് മെസ്സയ. ഇതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തി. ആദ്യത്തേത് ഫസ്റ്റ് ബീസ്റ്റ് ഈസ് ലൈക്ക് ലയൺ.
ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സദൃശ്യമുള്ളത്, അത് മത്തായിയുടെ സുവിശേഷത്തെ പ്രതികരിക്കുന്നു. രണ്ടാമത്തെ മൃഗം കാളയുടെ മുഖമുള്ളത്, അത് മാർക്കോസിന്റെ സുവിശേഷത്തെ പ്രതികരിക്കും. മൂന്നാമത്തെ മുഖം മനുഷ്യനെ പോലെ മുഖമുള്ളത്, എന്ന് പറഞ്ഞാൽ ഇത് ഹ്യൂമൻ നേച്ചർ ഓഫ് ദി സൺ ഓഫ് ഗോഡ്. The human nature of the Son of Man. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ മനുഷ്യപുത്രനായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ, നമ്മള് യേശുവിന്റെ ചില അത്ഭുതങ്ങളുടെ നടുവിൽ നമ്മൾ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം ഞാൻ പറയാം. യേശു പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ 4 പേർ ഒരു പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് വന്നു. വീടിന്റെ മേൽഭാഗം പൊളിച്ച് അവനെ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. യേശു ഉടനെ പറഞ്ഞു, മകനെ, നിന്റെ കിടക്കയെടുത്ത് നടക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത്, യേശു ഇത് പറഞ്ഞപ്പോൾ അന്ന് ശബത്ത് നാളായിരുന്നു. യഹൂദന്മാർ വളരെ കോപിച്ചു. ഉടനെ യേശു പറയുകയാണ്, മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പിക്കാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാൽ മകനെ, നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് നമ്മുടെ കർത്താവ് പറയും. അപ്പോ മനുഷ്യമുഖമുള്ള മൃഗത്തെ കാണിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രനായി ചിത്രീകരിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. 4ാമത്തെ മൃഗം, അത് എഗസ്കേല് കാണുമ്പോഴും ഒരു കഴുകനെയാണ് കാണുന്നത്. യോഹന്നാൻ കാണുമ്പോൾ എ ഫ്ലൈയിങ് ഈഗിൾ എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, പറക്കുന്ന കഴുകൻ. അപ്പോ ഈ കഴുകൻ, ഈ ഈഗിൾ ഈസ് ദ കിങ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ രാജാവാണ് കഴുകൻ എന്ന് പറഞ്ഞ പക്ഷി. അത് സൂചിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ എടുത്തു കാണിക്കുക. ദ ഡിവൈൻ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓർ ദി സൺഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അല്പം കൂടെ പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം മുഴുവനായി നമ്മൾ പഠിക്കുമ്പോൾ Gospel of John is representing and projecting Jesus Christ as the Son of God. യേശുവിനെ ദൈവപുത്രനായി പഠിപ്പിക്കുന്ന ഒരു സുവിശേഷം ഉണ്ടെങ്കിൽ ഉള്ളത് യോഹന്നാന്റെ സുവിശേഷമാണ്. ആദിയിൽ ദൈവമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു, നാം അവന്റെ തേജസ് കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. 1-ാം അധ്യായം 1-ാം വാക്യം. അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു, വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു, നാം അവന്റെ മഹത്വം കണ്ടു. അപ്പോ ഇൻ ദ ബിഗിനിങ് there was the word. The word was with God. That word was God. Word became flesh and dwelt among us, and we beheld his glory. ഇത് 1-ാം വാക്യം. In the beginning there was word, and word was with God, and the word was God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു,
വചനം ദൈവമായിരുന്നു. 3 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. 3, വചനം ദൈവമായിരുന്നു. ഇൻ ദ ബിഗിനിങ് there was logos. Logos. In the Greek, it is used as logos. In the beginning, there was logos. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. The logos was God. Then logos was God. ദൈവം, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. The logos is Jesus Christ. ഇപ്പൊ മനസ്സിലായിക്കൊണ്ട് ഞാൻ വിചാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ ദൈവപുത്രനായി ചിത്രീകരിക്കുന്നു. യേശുവിന് 4 വിധ പേരുകളാണ് പഴയ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു കർത്താവിന്റെ വംശാവലി. ശ്രദ്ധിക്കണേ, അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. 4 നാമങ്ങളാണ് യേശു കർത്താവിന് നമുക്ക് കൊടുക്കാൻ കഴിയും. ഒന്ന്, അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തു, മത്തായി 1:1. ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു. 3, മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. 4, ദൈവപുത്രനായ യേശു ക്രിസ്തു. അതിന് ഒരു വിവരണം ഞാൻ പറയാം. ഒന്ന്, സൺ ഓഫ് എബ്രഹാം, സൺ ഓഫ് ഡേവിഡ്, സൺ ഓഫ് മാൻ, സൺ ഓഫ് ഗോഡ്. 4 പേരുകൾ. ഫസ്റ്റ് വൺ, സൺ ഓഫ് എബ്രഹാം, അബ്രഹാമിന്റെ പുത്രൻ. സെക്കൻഡ് വൺ, സൺ ഓഫ് ഡേവിഡ്, ദാവീദിന്റെ പുത്രൻ. 3, സൺ ഓഫ് മാൻ. 4, സൺ ഓഫ് ഗോഡ്. 4 പേരുകൾ നമുക്ക് യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ പറ്റും. ഒന്ന്, അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തു. നമ്മള് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ വംശാവലിയെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കും അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇതാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ യേശു കർത്താവ് അബ്രഹാമിന്റെ പുത്രനായി? How Jesus Christ became the son of Abraham. How Jesus Christ became the son of David. ഈ 2 ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന്, ദൈവം അബ്രഹാമിനെ തന്റെ ദേശമായ ഊരിൽ നിന്ന് വിളിച്ച് അബ്രഹാമിനോട് പറഞ്ഞു, കാണാനിരിക്കുന്ന ദേശത്തേക്ക് പോയിക്കൊള്ളുക. He has given the promised land. അബ്രഹാം തനിക്ക് നൽകപ്പെടാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അബ്രഹാമിനെ വാഗ്ദത്തം ചെയ്ത കനാൻ നാടിനെ തീരധികാരം എഴുതി കൊടുത്തിരിക്കുന്ന ആളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കാരണം ഈ കനാൻ നാട്ടിൽ പാർക്കുവാൻ, അതിന് തീരാധാരം, കുടിയെടുപ്പാധാരം കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ഒരാളാണ് യേശു കർത്താവ്. ഇവിടെ മത്തായി പറയുന്നു അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുമ്പോ യേശു അബ്രഹാമിന്റെ പുത്രനാകാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാമിന്റെ ഗോത്രത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വാഗ്ദത്ത ദേശം തരാമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വിളിച്ചയച്ചു. വിശ്വാസത്താൽ അബ്രഹാം യാത്ര തിരിച്ചു. അബ്രഹാമും അബ്രഹാമിന്റെ തലമുറകളും എല്ലാം മരിച്ചു മാറ്റപ്പെട്ടു. വാഗ്ദത്ത ദേശത്തിലേക്ക്, കനാൻ നാട്ടിലേക്ക് അവർ യാത്ര ചെയ്തു. അങ്ങനെ അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തു. യേശു ദാവീദിന്റെ പുത്രൻ എങ്ങനെയാകും? ദാവീദ് പറയുക, ഞാൻ എന്റെ കർത്താവിനോട് നീ എന്റെ പാദപീഠമാക്കുവോളോ ഞാൻ കാത്തിരിക്കുന്നു എന്നാ ദാവീദ് പറഞ്ഞു. പൗലോസ് തന്നെ ചോദിക്കുക, ദാവീദ് തന്നെ പറയുന്നു ഞാൻ എന്റെ കർത്താവിനോട് പറയുന്നു എന്ന് പറയുമ്പോ അങ്ങനെ ദാവീദ് അബ്രഹാമിന്റെ യേശുവിന്റെ
അബ്രഹാം ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അതിനൊരു കാര്യം ഞാൻ പറയാം. ഇസ്രായേലിനെ മുഴുവനായി ആദ്യമായി ഭരിക്കുന്നത് ദാവീദ് രാജാവ്. ദ കിങ് ഡേവിഡ് റൂൾഡ് ഓൾ ഇസ്രായേൽ ഫോർ 40 years. 3.5 വർഷക്കാലം ഹെബ്രോനിലും പിന്നീട് യെരുശലേമിൽ 33 വർഷക്കാലം, മൊത്തമായി 40-ലധികം വർഷക്കാലം ഇസ്രായേലിനെ മൊത്തമായി ഭരിച്ച ദാവീദ് എന്ന് പറയുന്ന രാജാവിന്റെ പിൻതലമുറയിൽ നിന്ന് പുറപ്പെട്ടു വന്ന യേശു കർത്താവ്, ഒരിക്കൽ കൂടെ പറയട്ടെ, പൂർണ്ണ ഇസ്രായേലിനെ മുഴുവനായി ഭരിച്ച ഏക ആദ്യത്തെ രാജാവാണ് ദാവീദ്. ദാവീദ് 40 വർഷക്കാലം ഇസ്രായേലിൽ രാജാവായുവാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ ഇസ്രായേലിന്റെ രാജാവായി വരുവാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ ഗോത്രം മുഴുവന്റെയും രാജാവായി 1000 ആണ്ട് വാഴുവാനുള്ള രാജാതി രാജാവ്, കർത്താതി കർത്താവ് ആയ ക്രിസ്തു യേശു. അങ്ങനെയാണ് യേശു ദാവീദിന്റെ പുത്രനായി വെളിപ്പെട്ടത്. ദാവീദിന്റെ തലമുറയിൽ നിന്നാണ് യേശു ജനിച്ചത്. ദാവീദിന്റെ ഗോത്രത്തിൽ, ദാവീദിന്റെ സിംഹാസനത്തിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ച് അനൗൺസ്മെന്റ് ചെയ്യുമ്പോ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ആ അനൗൺസ്മെന്റിന്റെ സമയത്ത് ഗബ്രിയേൽ ദൂതൻ പറയുന്നു, അവൻ ദാവീദിന്റെ സിംഹാസനത്തിന് എന്നേക്കും രാജാവായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും മറിയാമിനോട് ഗബ്രിയേൽ ദൂത് പറയുമ്പോ ഗബ്രിയേൽ മറിയാമിനോട് പറയുന്നു, അവൻ ദാവീദിന്റെ ഗോത്രത്തിന് എന്നേക്കും രാജാവായിരിക്കും. ജീസസ് ക്രൈസ്റ്റ് വിൽ ബി എറ്റേണൽ കിങ് ഓഫ് ദി ട്രൈബ് ഓഫ് ജൂഡ. യഹൂദ ഗോത്രത്തിന്റെ മാറ്റമില്ലാത്ത നിത്യരാജാവായി വെളിപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ വിചാരിക്കുന്നു. യേശു കർത്താവ് ദാവീദിന്റെ ഗോത്രത്തിൽ എങ്ങനെ രാജാവായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. മനുഷ്യപുത്രൻ എന്തിനാ വന്നേ? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയുടെ ക്രൂശിന് മുകളിൽ 3 ആളികളിന്മേൽ ലോകത്തിന്റെ മധ്യസ്ഥാനമായ യെരുശലേമിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് വേണ്ടി യാഗമായി തീരാൻ വെളിപ്പെട്ടു വന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ when the Son of Man will sit upon the throne of glory, മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നോടുകൂടെ ഇസ്രായേൽ ഗോത്രം 12 ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞായിരുന്നെങ്കിലും ഒന്നുകൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ ശിഷ്യനായ പത്രോസ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയുക. പത്രോസ് അവനോട്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കും, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. മാത്യു chapter 19 verses 27-28. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നെ യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം
12-നെയും ന്യായം വിധിക്കും. ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മനുഷ്യപുത്രൻ, ലൂക്കോസിന്റെ സുവിശേഷം മുഴുവൻ നാം പഠിക്കുമ്പോൾ അത് മനുഷ്യപുത്രനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രൻ മാനവജാതിക്ക് വേണ്ടി മരിക്കുവാൻ, മാനവജാതിക്ക് വേണ്ടി യാഗമായി തീരാൻ, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരമായി തോളിന് മേൽ വഹിച്ചുകൊണ്ട് കടന്നുപോയ മനുഷ്യപുത്രൻ. യോഹന്നാൻ പറയുന്നത് Behold the Son of, behold the Lamb of God who takes away the sin of the whole world. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 29-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. കാണീൻ, നോക്കൂ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. The Son of Man, മനുഷ്യപുത്രൻ, മാനവജാതിക്ക് വേണ്ടി മരിക്കുവാൻ കടന്നു വന്ന മനുഷ്യന്റെ പുത്രൻ. ഈ മനുഷ്യപുത്രനെയാണ് ലൂക്കോസിന്റെ സുവിശേഷം ഫുൾ പ്രതിനിധീകരിക്കുന്നത്. തിയോളജിക്കലി ഞങ്ങൾ പഠിക്കുമ്പോ ഞാന് സിനോപ്റ്റിക് ഗോസ്പൽ നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബുക്ക് ഓഫ് ലൂക്ക് ഈസ് പ്രസന്റിങ് ജീസസ് ക്രൈസ്റ്റ് ആസ് ദ സൺ ഓഫ് മാൻ. മനുഷ്യപുത്രനായിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോ the third beast is like, is a face of a man. മനുഷ്യനെ പോലെ മുഖമുള്ള ഒരു മൃഗം. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം പ്രതികരിക്കുന്നത്. 4-ാമത്തെ മൃഗം യോഹന്നാൻ പറയുന്നു the fourth beast is like a flying eagle. ഞാൻ അതിനെക്കുറിച്ച് എടുത്തു പറയുവാനിടയായി. യോഹന്നാനാണ് യേശു കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈഗിൾ, the Gospel of John is representing Jesus Christ as the Son of God. ദൈവപുത്രനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പോ 4 മൃഗങ്ങൾ. ഒന്ന്, first beast is like the lion. ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സദൃശ്യമുള്ള മൃഗം. അത് യേശു ക്രിസ്തു, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. ദാവീദിന്റെ വേര്, ശുഭ്രവം ആയ ഉദയ നക്ഷത്രം. The lion of the tribe of Judah, the root of the David, bright and morning star. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 22-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റ് പറയുന്നു, കർത്താവ് തന്നെ പറയുന്നു, ഇത് എന്നോട് സാക്ഷീകരിച്ചത് യഹൂദാ ഗോത്ര, ദാവീദ് ഗോത്രത്തിന്റെ പേര് ശുഭ്രമായ ഉദയ നക്ഷത്രം. The root of the David, offspring and bright morning star. അപ്പോ യഹൂദാ ഗോത്രത്തിന്റെ പേരും ആയ യേശു കർത്താവ്. അപ്പൊ അത് മനസ്സിലാക്കുക. 1-ാം സുവിശേഷമായ മത്തായി സുവിശേഷം യേശു ക്രിസ്തുവിന്റെ രാജത്വത്തെ പ്രതികരിക്കുന്നു. 2-ാമത്തെ സുവിശേഷമായ ലൂക്കോസിന്റെ സുവിശേഷം യേശു ക്രിസ്തുവിനെ സഫറിംഗ് സെർവന്റായി പ്രതികരിക്കുന്നു. കഷ്ടമനുഭവിക്കുന്ന ദാസൻ, അത് കാളയെ കാണിക്കാൻ കാരണമാണ്. 3-ാമത്തെ സുവിശേഷമായ ലൂക്കോസിന്റെ സുവിശേഷം കഷ്ടപ്പെടുന്ന മനുഷ്യപുത്രനെ കാണിക്കും. ജീസസ് ക്രൈസ്റ്റ് is representing as the suffering son of man. അടുത്ത സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം യേശു കർത്താവിന്റെ ദൈവത്വത്തെ പ്രതിനിധീകരിക്കുന്നു. The divine nature of Jesus Christ. യോഹന്നാന്റെ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പ്രതികരിക്കുന്നു. യേശു കർത്താവിനെ ദൈവപുത്രനായി പ്രതികരിക്കുന്നു.
അങ്ങനെ 4 സുവിശേഷങ്ങളാണ് ഈ 4 മൃഗങ്ങളായി കാണിച്ചിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ 4 സ്വഭാവങ്ങൾ. ഒന്ന്, ജീസസ് ക്രൈസ്റ്റ് ആസ് ദ റോയൽ മസിയ ഓഫ് ദി പീപ്പിൾ ഓഫ് ജൂസ്. ഒന്നാമത്തേത്, ജീസസ് ക്രൈസ്റ്റ് ആസ് ദ റോയൽ മസിയ ഓഫ് ദി പീപ്പിൾ ഓഫ് ജൂസ്. യഹൂദന്മാരുടെ രാജാവായിരിക്കുന്ന മസ്സയ, അതാണ് സുവിശേഷം. 2, ജീസസ് ക്രൈസ്റ്റ് ആസ് ദ സഫറിംഗ് സെർവന്റ് ഓഫ് ദി പീപ്പിൾ ഓഫ് ജൂസ്. യഹൂദന്മാരുടെ കഷ്ടമനുഭവിക്കുന്ന ദാസനായ യേശു കർത്താവ്. 3, ജീസസ് ക്രൈസ്റ്റ് ഈസ് റെപ്രസെന്റേറ്റിംഗ് ആസ് ദ സൺ ഓഫ് മാൻ. മനുഷ്യപുത്രനായ യേശു കർത്താവ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ തന്നെ യാഗമാക്കി തീർക്കാൻ കടന്നു വന്ന യേശു കർത്താവ്, മനുഷ്യപുത്രനായ യേശു കർത്താവ്. 4, യോഹന്നാന്റെ സുവിശേഷം യേശുവിന് തന്റെ ദൈവത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ഇറ്റ് ഈസ് റെപ്രസെന്റേറ്റിംഗ് ജീസസ് ക്രൈസ്റ്റ് ആസ് ദ സൺ ഓഫ് ഗോഡ്. അപ്പോ ഒന്നാം മൃഗം സിംഹത്തിന്റെ മുഖമുള്ളതും, രണ്ടാമത്തെ മൃഗം കാളയുടെ മുഖമുള്ളതും, മൂന്നാമത്തെ മൃഗം മനുഷ്യന്റെ മുഖമുള്ളതും, നാലാമത്തെ മുഖം പറക്കുന്ന കഴുകനും സദൃശ്യം. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ഭാഗമാണ് യേശു കർത്താവിന്റെ 4 സ്വഭാവം. ഒരിക്കൽ കൂടെ പറയാം. ഫസ്റ്റ് ബീസ്റ്റ് ഈസ് ലൈക്ക് ദ ലയൺ. ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സദൃശ്യം. സിംഹം മൃഗങ്ങളുടെ രാജാവ്. 2, മത്തായിയുടെ സുവിശേഷം യേശു കർത്താവിനെ യഹൂദന്മാരുടെ രാജാവായി പ്രതിനിധീകരിക്കുന്നു. അതിനാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത്, യേശുവിന്റെ കുറ്റസംഹിത പീലാത്തോസ് എഴുതി തന്റെ ക്രൂശിന്റെ മുകളിൽ ആണിയടിച്ച് പതിപ്പിച്ചു. എബ്രായ, യവനായ, റോമായ ഭാഷകളിൽ, ഹീബ്രു, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ 3 ലാംഗ്വേജസിൽ എഴുതി പതിപ്പിച്ചു. അതിങ്ങനെയാണ് എഴുതിയത്: ഹി ഈസ് ദ കിങ് ഓഫ് ജൂസ്. ഇവനെ യഹൂദന്മാരുടെ രാജാവായ യേശു ക്രിസ്തു, യേശു എന്നാണ് എഴുതിയിരിക്കുന്നു. അപ്പൊ അത് 3 ഭാഷയിൽ എഴുതിയിരിക്കുന്നു: ഇൻ ഗ്രീക്ക്, ഇൻ ഹീബ്രു ആൻഡ് ഇൻ ലാറ്റിൻ. Latin was the language of the Roman kingdom. Greek was the language of the Hellenistic nations. And Hebrew is the language of Jews. 3 ഭാഷകളിൽ ലോകത്തിലെ ആരംഭത്തിലെ 3 ഭാഷയാണ്. 3 languages. The first language is Hebrew. The second language is Latin. Third language is Greek. അന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ 3 ഭാഷകളിൽ റോമൻ ഗവർണർ ആയിരുന്ന പീലാത്തോസ് യേശുവിന്റെ കുറ്റസംഹിത എഴുതി ക്രൂശിന് മുകളിൽ പതിപ്പിച്ചു. He is the king of Jews. യഹൂദന്മാരുടെ രാജാവായ യേശു. അതാണ് ഒന്നാമത്തെ മൃഗം വിധികരിക്കുന്നത്. രണ്ടാമത്തെ മൃഗം കാള, കഷ്ടമനുഭവിക്കുന്ന ദാസൻ, ദ സഫറിംഗ് സെർവന്റ് ഓഫ് ജീസസ്. കഷ്ടമനുഭവിക്കുന്ന ദാസൻ. മർക്കോസിന്റെ സുവിശേഷം മുഴുവൻ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണുന്നു യേശു കർത്താവ് കഷ്ടമനുഭവിക്കുന്ന ദാസനായിട്ടാണ് വെളിപ്പെടുന്നത്. മൂന്നാമത്തെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ ഹ്യൂമൻ നേച്ചറിനെ വെളിപ്പെടുത്തുന്നു.
മനുഷ്യ സ്വഭാവം. ഞാനത് എടുത്തു പറഞ്ഞു. മാനവജാതിക്ക് വേണ്ടി മരിക്കുവാനായി കടന്നു വന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. നാലാമത്തെ സുവിശേഷം യേശുവിന്റെ ദൈവത്വത്തെ പ്രതികരിക്കും. അങ്ങനെ 4 മൃഗങ്ങൾ 4 സുവിശേഷങ്ങളെ പ്രതികരിക്കുന്നു. യേശു കർത്താവിന്റെ 4 വിധ സ്വഭാവങ്ങളെയും പ്രതികരിക്കും. ഫോർ നേച്ചർ or 4 attributes of Jesus Christ. First, he as the royal king Messiah. Third suviശേഷം, Jesus Christ as the royal king Messiah. യഹൂദന്മാരുടെ രാജാവായ മശിയ. 2, suffering servant as Jesus Christ. കഷ്ടം അനുഭവിക്കുന്ന ദാസനായ യേശു. 3, ഇനി സൺ ഓഫ് മാൻ. 3, മനുഷ്യപുത്രനായ യേശു. 3-ാമത്തെ സുവിശേഷം. 4-ാമത്തെ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പ്രതികരിക്കും. അപ്പൊ 4 മൃഗങ്ങളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ 7-ാം വാക്യം ഞാൻ വായിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം. 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം. 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. അടുത്തത് വേർഡ്സ് നമ്പർ 8. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 4 ജീവികൾക്കും ഓരോന്നിന് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. അന്നേ ജീവി എന്താ ചെയ്യുന്നേ? 6 ചിറകുള്ളതായി, അകത്തും പുറത്തും കണ്ണുള്ളതായി, അകത്തും പുറത്തും കണ്ണുകൾ നിറഞ്ഞിരിക്കും. ഇവ എന്ത് ചെയ്തു? വാട്ട് ദീസ് 4 creatures are doing. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിപ്പോ 4 ജീവികളെ കുറിച്ച് പറഞ്ഞു. ആ 4 ജീവികൾക്ക് 4 creatures had 6 wings. അവർക്ക് 6 ചിറകുകളുണ്ട്. എന്നുവെച്ചാൽ they have inside and outside eyes. അകത്തും പുറത്തും അവർക്ക് കണ്ണുകളുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോ വീണ്ടും പ്രവാചകനായ യെശയ്യാവിലേക്ക് പോകേണ്ട ഒരു ആവശ്യമാണ്. യെശയ്യാ 6-ാം അധ്യായത്തിൽ പ്രവാചകൻ ദൈവത്തിന്റെ ദർശനം കാണുന്നു. അവിടെ പ്രവാചകൻ ദർശനം കാണുന്നു. എന്താ കണ്ടേ? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. God is sitting high and lifted above throne. അങ്ങനെയാ യെശയ്യാ പറയുന്നത്. The Lord is sitting high and lifted above throne. അതിൽ kerubims are standing around that throne. സാറാഫുകൾ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നു. They have 6 wings. അവർക്ക് 6 ചിറകുകളുണ്ട്. അവ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടിക്കൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ 4 ജീവികളെ കുറിച്ച് പറഞ്ഞേച്ച് യോഹന്നാൻ പറയുന്നു, ഈ 4 ജീവികൾക്ക് 6 ചിറകുകളുണ്ട്. ഈ 6 ചിറകുകളുള്ള ജീവികൾ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ
സർവശക്തിയുള്ള ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരിക്കുന്നു. ഓ, ചിന്തിക്കുക. യെശയ്യാപ്രവാചകൻ കണ്ട ദൈവത്തിന്റെ ദർശനത്തിലും ഉയർന്നും ുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം ഇരിക്കുന്നത് കാണുമ്പോ അവിടെ ആറാറ് ചിറകുള്ള സാറാഫുകളെ കാണുന്നു. ആ സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടിക്കൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുകൊണ്ടിരുന്നു എന്ന് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ശ്രദ്ധിക്കുക. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോ യോഹന്നാൻ പറയുന്നു, ഈ 4 ജീവികളും അവയ്ക്ക് 6 ചിറകുകളുണ്ട്. അവ എന്ത് ചെയ്യുന്നു? ഇവിടെ യോഹന്നാൻ പറയുക, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ എന്ന് പറഞ്ഞാൽ I am that I am. മോശയോട് പറഞ്ഞവൻ I am that I am. The timeless period of Lord Jesus Christ. ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ. Jesus Christ is ever and more. അവൻ എന്നും എന്നേക്കും അനന്യനാണ്. He will be sitting in the throne of David ever and ever. എന്നേക്കുമായി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ്. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തില് വായിക്കുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയെങ്കിൽ നിന്ന് He was, he is and he is to come. ഇരിക്കുന്നവൻ ഇരുന്നവൻ and he is to come. വരുന്നവൻ. ഇവിടെ 4-ാം അധ്യായത്തിലും അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് പറഞ്ഞാൽ 3 times. God does not have any time limit. He is over the time. അപ്പോ ഇരുന്നവൻ ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ. He was, he is and he is to come. അങ്ങനെയുള്ള ദൈവത്തെ, സർവശക്തനായ ദൈവത്തിന്റെ പുത്രനെ ഈ 4 ജീവികളും നിന്നുകൊണ്ട്, 6 ചിറകുള്ള 4 ജീവികൾ നിന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനെ ആരാധിക്കുന്നു. ഒന്ന് ചിന്തിക്കുക. തീർന്നില്ല, ഇനി 2 വാക്യങ്ങളോടെ ബാക്കി നിൽക്കുന്നു. തീർക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ തന്നെ 8:30 ആയി. The next week, this week I will not be able to give live stream because of some meetings in our church. ഞങ്ങളുടെ സഭയിൽ അത്യാവശ്യമായ ചില മീറ്റിങ്ങുകൾ നടക്കുന്നതുകൊണ്ട് this week I will not be able to give any live stream. Today, just I am completing the words 8, 9, 10, 11 വാക്യങ്ങൾ, 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നെക്സ്റ്റ് ലൈവിൽ we will be discussing. ഇവിടെ എഴുതിയിരിക്കുന്നു 4 മൃഗങ്ങൾ, 4 creatures. First creature is like lion, second creature is like calf, third creature is like the face of man, fourth creature is flying eagle. ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സദൃശ്യം, രണ്ടാമത്തെ മൃഗം കാളയ്ക്ക് സദൃശ്യം, മൂന്നാമത്തെ മൃഗം മനുഷ്യന്റെ മുഖമുള്ള മൃഗം, നാലാമത്തെ മൃഗം പറക്കുന്ന കഴുകൻ എന്ന് വ്യക്തമായി പറഞ്ഞു. ഇവ 4 പേരും അവർക്ക്
യെശയ്യാപ്രവചനം നമ്മൾ കണ്ടു. യെശയ്യാ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാനത് പറഞ്ഞു, യെശയ്യാവ് യഹോവയായ ദൈവത്തിന്റെ സിംഹാസനം കാണുന്നു. ദി throne of God is high and lifted above. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം ഇരിക്കുന്നത് കാണും. ആ സിംഹാസനത്തിന് ചുറ്റും സാറാഫുകൾ നിൽക്കുന്നു. അവർക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 6 ചിറകുകൾ അവർക്കുണ്ടായിരുന്നു. ഈ 6 ചിറകുകളിൽ 2 ചിറകുകൾ കൊണ്ട് അവ പറന്നു, 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദം മൂടി, 2 ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മൂടിക്കൊണ്ട് അവർ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ദൈവത്തെ മുഖത്തപ്പെടുത്തിക്കൊണ്ടു. ഇത് സെയിം റെവലേഷനാണ് യോഹന്നാന് വെളിപ്പാട് പുസ്തകത്തിൽ ലഭിക്കും. 4 മൃഗങ്ങൾ, അവർക്ക് 6 ചിറകുകൾ. ഈ 6 ചിറകുള്ള മൃഗങ്ങൾ, അവ 4 മൃഗങ്ങളും കൂടെ നിന്നുകൊണ്ട് സിംഹാസനത്തിന് ചുറ്റിലും കാണുന്നതാണ് ഇവര്. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. അവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. അവന്റെ ചുറ്റിലും വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിടം ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന 24 സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ. പിന്നെ സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ. ഈ 4 ജീവികൾക്ക് 6 ചിറകുകൾ, 6 കാല്, 24 കൂറുകൾ, 6 ചിറകുകൾ. ഈ 6 ചിറകുകളുള്ള 4 ജീവികൾ സിംഹാസനത്തിന് ചുറ്റിലും നടന്നുകൊണ്ട് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. സ്വർഗത്തിലെ ആരാധനയാണ് ഇവിടെ കാണുന്നത്. ഇന്ന് രാത്രികാലം ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത ദിവസം be hoping next Monday we'll be having a live stream, because I'm hoping to complete chapter 4. 4-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്യുവാൻ അന്ന് ആഗ്രഹിക്കും. ഈ 4 ജീവികൾ വിശ്രമം കൂടാതെ, ഇവിടെ യോഗനായിട്ടിരിക്കുന്നത്, വിശ്രമം കൂടാതെ സിംഹാസനത്തിന് ചുറ്റിലും സിംഹാസനത്തിന് ചുറ്റിലും നടന്നുകൊണ്ട് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ളവനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തുകൊണ്ടിരിക്കുന്നു. അവിടെ കൂടി ഞാൻ ഈ ഭാഗം ഇന്ന് രാത്രി അവസാനിപ്പിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീക്കിൽ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം ശക്തിയോടെ പഠിപ്പാം. ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. This is Pastor Sunny K. Thomas signing off from Changanur. Let Almighty God give you blessing each and every day. Amen. Amen. Amen.